കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ജാതി അനീതികൾക്കെതിരെ ഏകീകൃതവും മാതൃകാപരവുമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ട വ്യക്തി. സമാന മനസ്കരോടൊപ്പം ചേർന്ന് സഹോദര സംഘം എന്നുള്ള പ്രസ്ഥാനം രൂപീകരിച്ച് അങ്ങനെ കെ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനായി മാറി. സഹോദരൻ അയ്യപ്പൻ അഥവാ കെ അയ്യപ്പൻ 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലെ ചെറായിയിൽ കൊച്ചാവു വൈദ്യൻ്റെയും ഉണ്ണൂലിയുടെയും മകനായി ജനിച്ചു. അതായത് 1889 ഓഗസ്റ്റ് 21 ചെറായിൽ, എറണാകുളം ജില്ലയിലെ ചെറായിൽ കൊച്ചാവു വൈദ്യൻ്റെയും ഉണ്ണൂലിയുടെയും മകനായി ജനിച്ചു. ഭാര്യയുടെ പേര് പാർവതി എന്നാണ്. പാർവതി. അങ്ങനെ കെ അയ്യപ്പൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1889 ഓഗസ്റ്റ് 21 ചെറായിൽ കൊച്ചാവു വൈദ്യൻ്റെയും ഉണ്ണൂലിയുടെയും മകനായി ജനിക്കുകയും ഭാര്യ പാർവതി എന്നാണ് ഭാര്യയുടെ പേര്. അങ്ങനെ കൊച്ചാവു വൈദ്യൻ്റെയും ഉണ്ണൂലിയുടെ മകനായി ജനിച്ചെങ്കിലും ആ ചെറുപ്പകാലത്തിൽ തന്നെ നമ്മുടെ അയ്യപ്പൻ്റെ അച്ഛൻ പിതാവ് കൊച്ചാവു വൈദ്യൻ മരണപ്പെടുകയും പിന്നീട് മൂത്ത മകനായിട്ടുള്ള വൈദ്യൻ്റെ ശിക്ഷണത്തിലാണ് അയ്യപ്പൻ വളർന്നതും പിന്നീട് കോഴിക്കോടും മദ്രാസിൽ നിന്നുമൊക്കെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ മദ്രാസിലേക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ആരോഗ്യകരമായിട്ടുള്ള കാരണങ്ങൾ കാരണം പിന്നീട് പൂർത്തിയാക്കാതെ തിരിച്ചു വരികയും പിന്നീട് നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജിൽ ആണ് BA പഠനം പൂർത്തീകരിക്കുന്നത്. അതിനുശേഷം വളരെയധികം നമ്മുടെ ജാതി അനീതികൾക്കെതിരെയൊക്കെ വളരെയധികമുള്ള മാതൃകാപരം, നേരത്തെ പറഞ്ഞതുപോലെ മാതൃകാപരവും യുക്തിപരവുമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. കേരളത്തിൽ നവോത്ഥാനത്തിൽ ജാതി നശീകരണത്തിൻ്റെ പങ്ക് വളരെയധികം ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ ഒരു വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. അതിൻ്റെയൊക്കെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ആദ്യഘട്ടമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു കാര്യമാണ് 1917 നടന്നൊരു സംഭവം. 1917 ജാതി നശീകരണത്തിനെതിരെ അല്ലെങ്കിൽ ജാതി നശീകരണം എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് പുലയ സമൂഹത്തിലെ കുറച്ച് ആൾക്കാരെയും ഈഴവ സമൂഹത്തിലെ കുറച്ച് അംഗങ്ങളെയും കൂട്ടി ഒരു മിശ്ര ഭോജനം 1917 മിശ്ര ഭോജനം നമ്മുടെ കെ അയ്യപ്പൻ സംഘടിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഈ വഴിയിലൂടെ ഇങ്ങനെ മിശ്രമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ ജാതി നശീകരണം കേരള സമൂഹത്തിൽ നടക്കുകയുള്ളൂ എന്ന് കെ അയ്യപ്പൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മിശ്ര ഭോജനവും മിശ്ര വിവാഹവും വേണ്ടത്ര നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിന് വേണ്ട രീതിയിലുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നും സഹോദരൻ അയ്യപ്പൻ അന്ന് തൊട്ടേ സഹോദരന്റെ ലേഖനങ്ങളിലൂടെയും സഹോദരന്റെ പ്രസ്ഥാനത്തിലൂടെയും സഹോദര സംഘം എന്ന പ്രസ്ഥാനത്തിലൂടെ പ്രസിദ്ധീകരണത്തിലൂടെ എല്ലാം സഹോദരൻ അയ്യപ്പൻ പങ്കുവച്ചിരുന്നു. ഇങ്ങനെ മിശ്രഭോജനം 1917 നടത്തിയ ആ മിശ്രഭോജനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള നവോത്ഥാനത്തിലുണ്ട്. അങ്ങനെ മിശ്രഭോജനത്തിനൊക്കെ ശേഷമാണ് 1917 സഹോദരൻ അയ്യപ്പൻ അല്ലെങ്കിൽ നമ്മുടെ കെ അയ്യപ്പൻ സഹോദര സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നത് 1917. ഈ സംഘത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ജാതി നശീകരണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകീകൃതമായി സമാന മനസ്കരായിട്ടുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് അതിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ഈ സഹോദര സംഘത്തിലൂടെയാണ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കെ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി സഹോദരൻ അയ്യപ്പനായി മാറിയത്. അങ്ങനെ 1919 സഹോദരൻ എന്ന് പറയുന്ന പത്രം നമ്മുടെ സഹോദരൻ അയ്യപ്പൻ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം 1928 യുക്തിവാദി എന്ന് പറയുന്ന മാസികയുടെ പ്രധാന പത്രാധിപർ അല്ലെങ്കിൽ ആദ്യത്തെ പത്രാധിപർ എന്ന് പറയുന്നതും നമ്മുടെ സഹോദരൻ അയ്യപ്പനായിരുന്നു. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നാഴികക്കല്ലായിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. മതങ്ങളെ ബഹിഷ്കരിച്ച് മതങ്ങൾക്കെതിരെ ശാസ്ത്രമായി നമ്മൾ ശാസ്ത്രത്തെ ബിലീവ് ചെയ്ത് ശാസ്ത്രത്തെ വിശ്വസിച്ചുകൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുക എന്ന ഒരു ശരിക്കും പറഞ്ഞാൽ മോട്ടീവായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഹോദരൻ അയ്യപ്പന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ദശകം എന്നുള്ള പുസ്തകം എഴുതിയതിൻ്റെ ഒരു മറുപടി എന്ന രീതിയിലൊക്കെ നമ്മുടെ കെ അയ്യപ്പൻ അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ ശാസ്ത്രദശകം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്നത് തന്നെ കാരണം. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ യുക്തിവാദിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ അതിന് മറുപടി അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട,
മനുഷ്യന് ധർമ്മം മാത്രം മതി എന്നുള്ള ഒരു ആശയമായിരുന്നു നമ്മുടെ സഹോദരൻ അയ്യപ്പന്. അതുകൊണ്ട് തന്നെയാണ് യുക്തിസഹമായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വളരെ ആശയപരമായിട്ട് ശ്രീനാരായണ ഗുരുവിൽ നിന്നും വളരെയധികം എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് വളരെ ഒരു അന്തരമില്ലായിരുന്നു. അവർ തമ്മിൽ മാനസികമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് തന്നെയാണ്, മണ്ണന്തലയിൽ മറ്റെന്തോ വച്ചിട്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനോട് ആൾക്കാർ പറയുകയുണ്ടായി, നമ്മുടെ സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ദൈവമില്ല എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻ പറയുന്നുണ്ട്. അതിനെതിരെ ഗുരു എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ശ്രീനാരായണ ഗുരുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ കൊടുത്തൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യപ്പൻ എത്ര ദൈവമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ വേണ്ടത്ര ദൈവമുണ്ട് എന്നായിരുന്നു. അങ്ങനെ വളരെ തന്നെ എതിർക്കുന്നവരും ശരിക്കും പറഞ്ഞാൽ കൂടെ നിർത്തിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരു അന്ന് പ്രവർത്തിച്ചത്. അന്നും ഇന്നും എന്നും പ്രവർത്തിച്ചതും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവൃത്തിയിലും വാക്കിനുമെല്ലാം നമുക്കത് വിശദമായി കാണാനും കൃത്യമായി കാണാനും അറിയാനും പറ്റും. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന് ഉൾപ്പെടെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കേരള നവോത്ഥാനം എന്നത് ഏകമായിട്ടുള്ള ഒരു ധാര അല്ലെങ്കിൽ ഏകമായിട്ടുള്ള ഒരു വഴിയിലൂടെ നടക്കുന്ന ഒരു സംഭവമല്ലെന്നും അതിന് പല ധാരകളുണ്ടെന്നും അതൊരു സ്പെക്ട്രമാണെന്നും അതിൽ പല രീതിയിലൂടെ നവോത്ഥാനം, ജാതി നശീകരണം, മതനവീകരണം എന്നുള്ള 2-3 കാര്യങ്ങളിലൂടെ മാത്രമല്ല, അതിൽ യുക്തിപരമായിട്ടുള്ള കാര്യത്തിലൂടെയും ഒരു നവോത്ഥാനം കേരളത്തിൽ ഉണ്ടാകുമെന്നും കൃത്യമായി വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രീനാരായണ ഗുരു. ഈ യുക്തിവാദി മാസിക പ്രസിദ്ധീകരിച്ച അതേ വർഷം തന്നെയാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അംഗമാകുന്നത്. സാമൂഹികമായിട്ടുള്ള പരിഷ്കരണം കൃത്യമായി ഉറപ്പുവരുത്താനും പ്രായപൂർത്തി വോട്ടവകാശവും സ്ഥാപിച്ചു കിട്ടാനൊക്കെ അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 21 കൊല്ലക്കാലം നിയമസഭാ സാമാജികനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. ഇന്ന് നമ്മൾ കൊച്ചിയിൽ കാണുന്ന 70 അടി നീളമുള്ള MG റോഡ്, അതായത് ഇപ്പോൾ കൊച്ചിയിലെ തന്നെ ഏറ്റവും തിരക്ക് കുറഞ്ഞതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത, നമുക്ക് ട്രാഫിക് ബ്ലോക്ക് കുറവായി നമുക്ക് കാണാൻ കഴിയുന്ന MG റോഡ് ശരിക്കും പറഞ്ഞാൽ അന്ന് 1928 കയറിയ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കയറിയ MLA ആയിട്ടും മന്ത്രിയായിട്ടുമൊക്കെ സ്ഥാനം അർഹിച്ച് 21 കൊല്ലം നിയമസഭാ സാമാജികനായിട്ട് പ്രവർത്തിച്ച സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ആശയമായിരുന്നു കൊച്ചിയിലായ MG റോഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ പിന്നീട് ഈ സഹോദര സംഘം രൂപീകരിക്കുന്നതും അതിനെതിരെ പിന്നീട് മതങ്ങൾക്കും ജാതികൾക്കും ജാതി നശീകരണത്തിനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകീകൃതമായി കൊണ്ടുപോകാനും അതിന് മറ്റുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചതും പ്രചോദനം കൊണ്ടതും ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ SNDP എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെയും അതിൽ നിന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ പിന്നീട് പഠനം പൂർത്തിയാക്കുന്നതും. നമ്മുടെ തിരുവനന്തപുരം അന്നത്തെ ലോ കോളേജിൽ വന്നിട്ട് നിയമം പഠിക്കുന്നതും എല്ലാം ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. അതിനൊക്കെ ശേഷം 1917 സഹോദര സംഘം രൂപീകരിക്കുന്നെങ്കിൽ സഹോദരൻ അയ്യപ്പൻ പിന്നീട് രൂപീകരിച്ച ചില പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ: ശ്രീനാരായണ സേവിക സമാജവും വിദ്യാഭോഷിണി സഭയും. പിന്നീട് വേലക്കാരൻ എന്ന് പറയുന്ന ഒരു പത്രവും 1933 നമ്മുടെ സഹോദരൻ അയ്യപ്പൻ പുറത്തിറക്കുകയുണ്ടായി. എല്ലാത്തിനും ശേഷം 1968 മാർച്ച് 6 മരണം. സഹോദരൻ അയ്യപ്പൻ്റെ സ്മാരകം എറണാകുളം ജില്ലയിലെ ചെറായിലാണ്. സഹോദരൻ അയ്യപ്പൻ K. അയ്യപ്പൻ്റെ സ്റ്റാച്ചു കൊച്ചിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ പിന്നീട് ചില കോട്ട്സ് ഉണ്ട്, അത് നമ്മൾ വളരെയധികം ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ യുക്തിവാദി മാസികയുടെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു കോട്ട് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇപ്പം പറയാൻ പോകുന്നതായിരുന്നു: സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്നതായിരുന്നു സഹോദരൻ അയ്യപ്പൻ പിന്നീട് പറഞ്ഞ ഒരു കോട്ട്. കാരണം ഇത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും എന്നും കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. കാരണം ജാതിമത ചിന്തകളുടെ വേലിക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ ശാസ്ത്രത്തെ ഒരിക്കലും റിജക്റ്റ് ചെയ്യരുത്. ശാസ്ത്രം എന്നത് ശരിക്കും പറഞ്ഞാൽ റേഷണൽ അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, കേവലം റിലീജിയനിലുള്ള ഫെയ്ത്ത് അല്ല. ശാസ്ത്രം എന്നത് വളരെയധികം കൃത്യമായിട്ടുള്ള യുക്തിയിൽ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേഷണാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സയൻസ് എന്നത്. അതിനെ കൃത്യമായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അന്നത്തെ സമൂഹത്തിൽ വളരെയധികം
നമ്മുടെ സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാസിക അല്ലെങ്കിൽ സഹോദരൻ എന്ന് പറയുന്ന സഹോദര സംഘം എന്നുള്ള പ്രസ്ഥാനത്തിലൂടെയും എല്ലാം സഹോദരൻ അയ്യപ്പൻ കേരള നവോത്ഥാനത്തിൽ നൽകിയ മറ്റൊരു ധാരയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു യുക്തിവാദിയിലൂടെ അല്ലെങ്കിൽ യുക്തിവാദത്തിലൂടെ ഉള്ള കേരള നവോത്ഥാനം.